നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഋതു രാജലക്ഷ്മിയെ വിളിക്കണം. അപ്പൊ രാജലക്ഷ്മിയുടെ വിചാരം എന്താ? തന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുന്ന, തനിക്ക് പനി കുറവുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുക എന്ന് കരുതിയിട്ട് രാജലക്ഷ്മി പറഞ്ഞു, ഞാൻ ചത്തിട്ടൊന്നുമില്ല, ജീവനോടെ ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അതെ, നിങ്ങൾ ചത്തോ ജീവനോടെ ഉണ്ടോന്നൊന്നും അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചല്ല. സത്യം പറ, ജിത്ത് എന്തിനാ മെഡിസിൻ കഴിക്കണമെന്ന് ചോദിക്കുക. ആ മെഡിസിൻ കഴിക്കണോ? എന്തിനാ? എനിക്കറിയില്ല എന്ന് പറയണേ. രാജലക്ഷ്മിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മോനൊരു മാനസിക രോഗിയാണ്, അവൻ അതിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് പിന്നെ എന്താ തീരും? അത് പറയാൻ പറ്റാത്തോണ്ടാണ് രാജലക്ഷ്മി അങ്ങനെ പറയണേ. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, നിങ്ങൾക്കറിയാം അവ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്. അവൻ ചിലപ്പോ വല്ല തലവേദനയ്ക്കോ പനിക്കോ അങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കും. അതൊന്നും അല്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ജിത്തിന്. സത്യം പറ, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. എനിക്കെങ്ങനെ അറിയാം? നീ അവന്റെ ഭാര്യയല്ലേ, അവനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്നോട് ചോദിച്ചോണ്ട് വരണ്ട. രാവിലെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ ചോദിച്ചോളും എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. രാജലക്ഷ്മി ഒരു സ്വയം രക്ഷപ്പെടലായിരുന്നത്. കാരണം ഇനിയും സംസാരിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ ഓരോന്നോരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. തനിക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടതായിട്ട് വരും. തന്റെ മകൻ്റെ ഒരു മാനസികരോഗ്യാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരും? അല്ലെങ്കിൽ തന്നെ ആ പല്ലവിയായിട്ടുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം രാജലക്ഷ്മിക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഋതു ഇന്ദ്രനെ കയ്യിലെടുത്തത് പോലും. പക്ഷേ ഋതുവിന് ഇപ്പോഴെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണമെങ്കിൽ, വാസ്തവ കറത്തെ കണ്ട് ഇത്രയും നേരം കൺസൾട്ട് ചെയ്ത് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. പണ്ട് പല്ലവി പറഞ്ഞതാ, അവനെ വിശ്വസിക്കരുത്, അവനൊരു മാനസിക രോഗിയെന്ന്. പക്ഷെ അന്നും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. ഇപ്പൊ സത്യങ്ങൾ ഓരോന്നായിട്ട് ഋതുവിന്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുക. പക്ഷെ ഒളിച്ചോടാൻ പറ്റില്ല ആ സത്യത്തിന് മുന്നിൽ നിന്നും. കാരണം ഋതു പ്രഗ്നന്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും ഋതുവിന്? അന്ന് അവര് പറഞ്ഞ സമയത്ത് അനുസരിക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പൊ കടന്ന് ഈ നെട്ടോട്ട് ഓടേണ്ട വരില്ലായിരുന്നു ഋതുവിന്. അപ്പം ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ദേവേന്ദ്രനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഋതു തലയെ കയറ്റി വെച്ചോണ്ടിരുന്നത്. സേതുവും പല്ലവിയോ പൂർണിമയോ ആരും പറയുന്ന അനുസരിക്കാനായിട്ട് ഋതു കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഋതുവിന് പശ്ചാത്താപം തോന്നി, ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത. ഗർഭിണിയും കൂടെ അല്ലായിരുന്നു എന്തേലും ചെയ്യായിരുന്നു. പക്ഷെ ഗർഭിണിയായി പോവുകയും ചെയ്തു. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിടാനായിട്ട് ഋതു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയാൽ മതിയാവുള്ളൂ. അങ്ങനെ വാസ്തവ കർത്തയെ കാണാൻ തന്നെ തീരുമാനിച്ചു, സൈക്കാട്രിസ്റ്റിനെ. ഈ സമയം ലക്ഷ്മിയമ്മ വളരെ സങ്കടത്തിലാണ് റൂമില്. കാരണം ഇത്രയും കാലം കൈവെള്ളെ കൊണ്ടുവരുന്നല്ല, ഒരു നിമിഷം തന്നെ ഒളിച്ചുപോയൊരവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. തനിക്ക് തന്റെ മകളെ, ഭർത്താവിനെ, മകനെ എല്ലാവരെയും നഷ്ടപ്പെട്ടു. താൻ ഒറ്റപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റൂ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മൂർത്തിയുടെ കാരുണ്യത്തിൽ ഇവിടെ വന്ന് കഴിയണു. ഒരുപക്ഷെ താൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തന്റെ ജീവിതാനുഭവങ്ങളാണ് തന്നെ ഇവിടം വരെ എത്തിച്ചത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. എന്നാലും വേണ്ട തന്നെ ഒരിക്കലും ഇറക്കി വിടുമെന്ന് കരുതിയില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ലക്ഷ്മിയമ്മ ഒരു തീരുമാനം എടുത്തു. ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? മറ്റുള്ളവർക്ക് ഭാരമായിട്ട്. തനിക്ക് ഇനി ഇവിടുന്ന് പോവാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. സേതുവിനെ വിളിക്കാൻ പറ്റില്ല. സേതുവിന്റെ അടുത്തേക്ക് ചെന്ന് കയറാനും പറ്റില്ല. സേതുവിന് ഇപ്പൊ വേറൊരു അമ്മയുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് താൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ഒരേ ഒരു വഴി മരണം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതെങ്കിൽ അത് അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയം സേതു പല്ലവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവര് ഭയങ്കര ഹാപ്പി മൂഡിലാണ്. കാരണം പല്ലവിയെ സംബന്ധിച്ചിടത്തോളം സേതു വരുമെന്ന് പ്രതീക്ഷിച്ച കാര്യമല്ല പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിന്. അപ്പൊ അവർ സ്റ്റേ എന്നിടത്ത് സേതു പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് തനിച്ചായിട്ട് വേറെ ഹോട്ടലിൽ റൂം എടുക്കാം. സേതുവും കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ പല്ലവിക്ക് അക്കോമഡേഷനൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ സേതു കൂടെ ഉള്ളതുകൊണ്ട് അവര് പുറത്ത് റൂം എടുത്തു. ഇനിയിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പുറത്ത് റൂമൊന്നും എടുത്താല. അങ്ങനെ അവരെൻ്റെ റൂം എടുത്തു. പക്ഷെ അവർ റൂം എടുത്ത് എവിടെയാ? ലക്ഷ്മി അമ്മ റൂം എടുത്ത അതേ സ്ഥലത്ത് തന്നെ, ഹോട്ടലിൽ തന്നെയാണ് അവർ വന്ന് റൂം എടുക്കുന്നത്. പക്ഷെ ലക്ഷ്മി അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സേതുവും പല്ലവി അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ പല്ലവിക്ക് അറിയത്തുണ്ടായിരുന്നില്ല ലക്ഷ്മി അമ്മ അപ്പുറത്ത് മുറിയിലുണ്ടെന്നുള്ള കാര്യം. അവർക്ക് പരസ്പരം അറിയത്തില്ലല്ലോ. ഈ സമയത്ത് വാസുദേവ കറുത്ത ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഋതു ചെല്ലുവാണ്. അപ്പൊ കറുത്ത ഡോക്ടറെ കാണാൻ വേണ്ടി ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ട വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേനും കറുത്ത ഡോക്ടർ വിളിച്ചു. അങ്ങനെ ഋതു അങ്ങോട്ട് കയറി ചെന്നു. ഋതു ചെന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുവാണ്, എൻ്റെ പേര് ഋതു, ഞാൻ പൊന്നുമ്പടത്തിലെ മാധവ മേനോന്റെ മകളാണ്. എൻ്റെ ഭർത്താവാണ് ഇന്ദ്രജിത്ത് എന്ന് പറയണ. ആ പേര് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും
ഒരത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുവാണ് ഋതുവിനെ. അല്ല, ഇന്ദ്രജിത്ത് നിങ്ങളുടെ ഭർത്താവായിട്ട് എത്ര കാലമായെന്ന് ചോദിക്കണം. കുറച്ചു കാലമായി, ഞാനിപ്പോൾ പ്രഗ്നന്റ് ആന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാളിങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ഋതുവിനെ തന്നെ നോക്കുകയാണ്. പിന്നീട് ഋതുവിനെ ചോദിച്ചു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ അയാളുമായിട്ടുള്ള വിവാഹം നടന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഋതു ചോദിച്ചു, എന്ത് കാര്യം ഡോക്ടറെ, എനിക്ക് അയാളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഈയിടെ ഒരു മരുന്ന് കഴിക്കുന്ന കണ്ടു, എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. പിന്നെ ഡ്രോ തുറന്നു നോക്കിയപ്പോൾ കുറെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടു. അതിനകത്തുനിന്നാണ് ഡോക്ടറെ പേര് കിട്ടിയത്. സൈക്കാട്രിസ്റ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നാ. എനിക്ക് ജിത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഓഹോ, അപ്പൊ ഒന്നും അറിയത്തില്ലാതെ കല്യാണം കഴിഞ്ഞല്ലേ. അത് കേട്ടപ്പോൾ ഋതു ഉള്ള സത്യാവസ്ഥ തുറന്നു പറയാണ്, എന്താ ഇങ്ങനെയാ സംഭവിച്ചെന്നൊക്കെ. തന്റെ ചേട്ടന്റെ ഭാര്യയാണ് പല്ലവി എന്നൊക്കെ പറയണം. അതെല്ലാം കേട്ടിഞ്ഞപ്പോ അയാൾക്ക് അത്ഭുതമായിരുന്നു. നിങ്ങളല്ലേ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിക്കാനായിട്ട് പുറപ്പെടുകയുള്ളൂ. ശരിക്കും പറഞ്ഞാല് ആ പല്ലവി എനിക്ക് നന്നായിട്ടറിയാം. പല്ലവി എത്രമാത്രം കഷ്ടപ്പെട്ടാന്നറിയോ ഈ പറയുന്ന ഇന്ദ്രജിത്തിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയെടുത്തത്. അതിനു വേണ്ടി അയാള് ശരിക്കും മെനക്കെട്ട് ഡിവോഴ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒടുവില് എന്നെ വരെ വന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഞാൻ അയാളുടെ വലയിൽ ഒരിക്കൽ വീണു. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അത് തകരാൻ പാടില്ലെന്ന് കരുതിയിട്ട് ഞാൻ മൊഴി കൊടുക്കാനൊക്കെ വന്നത്. പക്ഷെ അന്ന് തന്നെ അയാളെ തട്ടിക്കൊണ്ടുപോയി. ഞാനത് ഒരിക്കലും പ്രതീക്ഷ കാര്യമൊന്നും ആയിരുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിയെന്നറിയോ. അയാളെപ്പോലെ ഒരു ക്രൂരൻ, അവനൊരു സൈക്കോയാണ്. വെറും സൈക്കോയല്ല, ഒരൊന്നൊന്നര സൈക്കോയാന്ന് പറയാം. ഇതെല്ലാം കേട്ട് ഋതുവിന് അമ്പരപ്പാണ്. നിങ്ങള് അയാളുടെ ഭാര്യയായിട്ട് ഇത്രയും കാലം ജീവിച്ചിരുന്നതന്നെ എനിക്ക് അത്ഭുതം തോന്നുക. കാരണം അവന്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, എന്താ ഡോക്ടറെ, ശരിക്കും അയാളുടെ പ്രശ്നം എന്താന്ന് ചോദിക്കാം. അവന് ഒരേ ഒരാളെ ഇപ്പൊ സ്നേഹിക്കുന്നുള്ളൂ ഈ ഭൂമിയിൽ. അത് പല്ലവിയെ മാത്രമാണ് സ്നേഹിച്ചിരിക്കുന്നത്. പല്ലവിയെ അവന്റെ മനസ്സിലുള്ളൂ. അവൻ എവിടെ തിരിഞ്ഞാലും പല്ലവി മാത്രം. അതുകൊണ്ടാണല്ലോ നിങ്ങളെ അയാളെ ചിലപ്പോൾ മയക്കെടുത്തേ. കാരണം പല്ലവി ജീവിക്കുന്ന ചുറ്റുപാട് ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നത്. സേതുവും പല്ലവിയും തമ്മിൽ ഒന്നിക്കുമെന്ന് അറിഞ്ഞ് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കല്യാണം കഴിച്ച. ഒരുപക്ഷെ നിങ്ങളെ കല്യാണം കഴിച്ചാൽ പല്ലവി എന്നും കാണാമെന്നൊരു മോഹം അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവന് പല്ലവി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ പല്ലവി എവിടെയുണ്ടോ ആ സറൗണ്ടിങ്സ് തന്നെ അവൻ ജീവിക്കാനായിട്ട് ശ്രമിക്കും. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവാണ് ശ്വാസം എടുക്കാൻ പോലും വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുക. പിന്നീട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മണ്ടത്തരം പറ്റി? പല്ലവിയോ സേതു ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തന്നില്ലേ? ഋതു പറഞ്ഞു, ഇതൊരു പ്രണയ വിവാഹമായിരുന്നു ഡോക്ടറെ. അയാൾ ശരിക്കും എന്നെ പറഞ്ഞു പറ്റിക്കുവതേ. ആ കാര്യത്തിൽ അവൻ മിടുക്കനാ. ഞാൻ പറഞ്ഞല്ലോ, അവൻ സൈക്കോയാണ്. പല സമയത്ത് അവന് പല സ്വഭാവമാണ്. അവൻ ഇപ്പൊ പറയുന്നല്ല, അവൻ പിന്നെ പറയുന്നേ. അതുകൊണ്ട് അവന്റെ അടുത്ത് നിൽക്കാൻ സൂക്ഷിച്ചും കണ്ടു വേണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവൻ എന്റെ ചികിത്സയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കണേ. അവന് കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊക്കെ ഞാൻ അവരുടെ അമ്മയോട് പറഞ്ഞു കൊടുത്ത. പക്ഷെ അവര് പറയുന്നേ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പല്ലവിയായിട്ടുള്ള വിവാഹം നടത്തിയത്. പക്ഷെ ആ പെങ്കൊച്ച് ജീവനും കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങൾ ശരിക്കും പെട്ടുപോയല്ലേ. അതൊക്കെ കേട്ടപ്പോൾ ഋതുവിന് സങ്കടമായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി അനുഭവിച്ചല്ലേ മതിയാവുള്ളൂ. അങ്ങനെ കുറെ ഉപദേശമൊക്കെ കൊടുത്തു വിടുന്നുണ്ട് വാസുദേവ കർത്ത. അങ്ങനെ കർത്ത ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഋതുവിനൊന്ന് പൊട്ടിക്കരയാനാ തോന്നിയത്. താൻ ചെന്ന് ചാടിയ കുഴി എത്ര വളരെ വലുതാന്നുള്ള കാര്യം ഋതു മനസ്സിലാക്കുന്നപ്പോഴാ. കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല, കര കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ രണ്ടും കൽപ്പിച്ച ഋതു വീട്ടിലേക്ക് വരുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ജിത്തിനോട് ചോദിക്കുക തന്നെ. തന്നെ മനഃപൂർവ്വം കൊണ്ടേ പെടുത്തിയതാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇന്ദ്രൻ ഉണ്ടായിരുന്നു. ഇന്ദ്രനെ കണ്ടപടി തന്നെ ഋതു പോയി ചോദിച്ചു, അല്ല ജിത്ത് എന്തിനാ രാവിലെ മെഡിസിൻ കഴിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തലവേദനയ്ക്കൊന്നും അല്ല. നിങ്ങൾ ആ കറുത്ത ഡോക്ടറുടെ സ്ഥിര സന്ദർശനം അല്ലേന്ന് ചോദിക്കണം, പേഷ്യന്റ് അല്ലേന്ന് ചോദിക്കണം. നീ എന്താ പറഞ്ഞേ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ വരുന്നേ. നിങ്ങള് ഒരു മനോരോഗിയാണ്. അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി എടുത്തിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിപ്പോലും ഞാനില്ല. നിങ്ങൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടിട്ടാ, പല്ലവിയോട് സേതുവേട്ടനോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാ എന്നെ വിവാഹം കഴിച്ചേ. നിങ്ങളുടെ മനസ്സ് നിറയെ ഇപ്പോഴും പല്ലവി തന്നെ. അത് കേട്ടപ്പോഴത്തേനും ഇന്ദ്രന്റെ ഉള്ളിൽ ആ സൈക്കോ ഉണർന്നു. ഇന്ദ്രൻ ചോദിച്ചു, നീ എന്താടി പറഞ്ഞു നിൽക്കുക? ഞാൻ പറഞ്ഞ സത്യമല്ലേ? പല്ലവിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചേ? ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അതേടി, അതിനു വേണ്ടി തന്നെയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യടി എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ നേരെ തന്നു. ഋതു പറഞ്ഞു, തൊട്ടുപോലെ തന്നെ. തൊട്ടാലും നീ എന്ത് ചെയ്യൂടി? കുറച്ച് നാളായി ഞാൻ സഹിക്കുന്നത് ക്ഷമിക്കുന്നേ എന്ന് പറഞ്ഞു ഋതുവിനെ പിടിച്ച് ഒറ്റ തള്ളായിരുന്നു. ഈ സമയം ഒച്ചപ്പാടും ബേളം കേട്ടുണ്ട് അച്ചു മുകളിലേക്ക് ഒരുങ്ങി വരുമ്പോഴത്തേനും ഋതു വെച്ച് വീഴാൻ പോകുന്ന രംഗമാ കാണുന്നേ. പിടിച്ച് തള്ളിയിട്ട് അപ്പോഴേക്കും പെട്ടെന്ന് അച്ചു കയറി പിടിച്ചു. എന്താ ഋതു, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഋതു അവിടെ നിന്ന് കരയുവാണ്. അച്ചു പെട്ടെന്ന് എന്റെ ഋതുവിനെ പിടിച്ച് അഴേക്ക് കൊണ്ടുപോയി.
എന്നിട്ട് ചോദിച്ചു, എന്താ ഋതു കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴാണ് ഋതു അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് അച്ഛന് സഹിച്ചില്ല. അച്ഛൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം സേതോ പല്ലവിയൊന്നും അവിടെ ഇല്ല. ഇതിപ്പം തന്നെ ചോദിക്കണം. വേണ്ട, അവനോട് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാന്നോ? ഗർഭിണിയാന്ന് പോലും ഭാവിക്കാതെ അല്ലേ അവൻ നിന്നെ പിടിച്ചു തള്ളിയത്. നിനക്കോ നിന്റെ വയറ്റ് വളർന്ന കുഞ്ഞിനോ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? അവനൊന്നും പോവാനില്ല. അവൻ സൈക്കോ അല്ലേ. പക്ഷെ പോവാനുള്ള ഞങ്ങൾക്കാ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ കയ്യെ കയറി പിടിച്ചു എന്തിന്റെ മുന്നിലേക്കുണ്ടേ. എന്നിട്ട് എന്തിനാടാ നീ ഇവളെ പിടി തള്ളിയെന്ന് ചോദിക്കണം. അത് ചോദിക്കാൻ നീ ആരടി, ആരാ നിനക്ക് അറിയത്തില്ല അല്ലേന്ന് ചോദിച്ചോണ്ട് അച്ചു അവന്റെ കർണം തീർത്ത് ഒറ്റ എണ്ണം കൊണ്ട് പൊട്ടിക്കുകയാണ് ഇന്ദ്രൻ അവിടെ കറങ്ങിപ്പോയി. മേലാല എന്റെ അനിയത്തിയുടെ ദേഹത്ത് തൊട്ടാണ്ടല്ലോ നിന്നെ വെച്ചേക്കല്ല, കഷ്ണം കഷ്ണമാക്കി തന്നെ എറിയും ഞാൻ. സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന പരിധിയുണ്ട്. ഇന്ദ്രൻ ശരിക്കും ഒന്ന് പേടിച്ചുപോയി. ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ നീ വീടിന്റെ പരിസരത്ത് പോലും എടുക്കില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. സേതുവേണ്ണൻ പല്ലുവെച്ചും കൂടെ ഒന്ന് വന്നോട്ടെ, അതുവരെ നിനക്കൂടെ ആയുസുള്ളൂടാ, കാണിച്ചു തരാന്ന് പറയണം. പിന്നീട് ഋതുവിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാ ഋതു, ഇനി നീ ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് ഋതുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് താഴേക്ക് പോയി. ഇന്ദ്രനും ആകെപ്പാടെ സമ്മതലേറ്റി. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം ഇന്ദ്രന്റെ ഭ്രാന്തെന്ന് പറഞ്ഞാൽ ആ സേതുവും പല്ലുവും കൂടെ ഒരുമിച്ച യാത്ര പോയിരിക്കുന്നത്. അപ്പൊ അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള രംഗങ്ങളൊക്കെ ഇന്ദ്രന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവാണ്. അതേ സമയത്ത് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലാണ് ലക്ഷ്മിയമ്മ. ജീവിക്കണ്ട എന്നൊരു തീരുമാനമൊക്കെ എടുത്തു. പക്ഷെ തൊട്ടപ്പുറത്ത് മുറിയിൽ തന്നെ സേതുവും പല്ലവി ഉണ്ടായിരുന്നു. അപ്പം അവരിതുവരായിട്ട് ഹണിമൂൺ ട്രിപ്പൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ മുറിയിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, കൊള്ളാം അല്ലേ, മുറിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പല്ലവി പറഞ്ഞു, അതെ ഞാൻ പേപ്പർ വാല്യുവേഷൻ വന്നാ, അതൊക്കെ മനസ്സിലായി. എന്നാലും നിനക്കൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് കൂട്ടൊന്നും വേണ്ടെന്ന് പറയാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് പല്ലവിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ്. അപ്പോഴേക്കും പല്ലവി സേതുവേട്ടാ എന്നൊക്കെ പറഞ്ഞ് സേതുവിനൊക്കെ തട്ടി മാറ്റി. എന്നിട്ട് പറഞ്ഞു, അതെ എനിക്കിന്ന് പേപ്പർ വാല്യുവേഷന് പോകാനുള്ള. ആയിക്കോട്ടെ, പേപ്പർ വാല്യുവേഷനൊക്കെ പോയിക്കോ, അതിന് പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ 2 ദിവസം നമ്മളായിരിക്കും ഇവിടെ അടിച്ചു പൊളിക്കാൻ പോകുന്നേ. അതെ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ, ആഹാരമൊക്കെ മേടിച്ചോണ്ട് ഉണ്ടെന്ന് ചോദിക്കാം. തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് ആഹാരം കഴിക്കാം. ഇനിയിപ്പോൾ എന്നെ പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന ക്യാമ്പിൽ അങ്ങോട്ട് കൊണ്ടുവരണ്ടേ. എന്നിട്ട് സേതുവേട്ടൻ തിരികെ പോരാൻ പറയണം. അങ്ങനെ സേതു പല്ലവിയെ കൊണ്ട് പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന ക്യാമ്പിലേക്ക് പോകണം. അങ്ങനെ പല്ലവി അവിടെ കൊണ്ടുപോയിട്ടിട്ട് തിരികെ റൂമിലേക്ക് പോന്നു. കുറേ സമയം കഴിഞ്ഞു. ഈ സമയത്തൊക്കെ ലക്ഷ്മി അമ്മ അപ്പുറമുണ്ട്. ലക്ഷ്മി അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ സേതു അപ്പുറത്ത് മുറിയിലുണ്ടെന്നുള്ള കാര്യം. പിന്നീട് ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പം സേതു ആഹാരം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ലക്ഷ്മി അമ്മ എന്ത് ചെയ്യുവാണ്, ലക്ഷ്മി അമ്മ അവിടെ ഇരുന്ന് ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്നൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് അങ്ങനെ വേഗം കട്ട് ചെയ്യുകയാണ്. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതിയിട്ട്. അതേ സമയത്താണ് സേതു ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് വരുന്നത്. കാരണം സേതു പല്ലവിയെ വിളിച്ചു ആഹാരം കഴിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പല്ലവിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് വരുവാണ്. അതേസമയം ലക്ഷ്മി അമ്മ മുറിക്കകത്ത് മരണത്തോടെ മല്ലടിക്കുക. കാരണം വെയിൻ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും ബോധം അങ്ങോട്ട് പോയി. അങ്ങനെ കിടക്കുവാണ്. ഇപ്പൊ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം. ലക്ഷ്മിയമ്മ മരണത്തിലേക്ക് പോകാനായിട്ട് ഒരു കാരണവശാൽ സേതു സമ്മതിക്കത്തില്ല. എങ്ങനെയാണെങ്കിലും സേതു അത് കണ്ടെത്തുക തന്നെ ചെയ്യും. ലക്ഷ്മിയമ്മനെ കണ്ടെത്തി ഹോസ്പിറ്റലിലാക്കും. അങ്ങനെ ലക്ഷ്മിയമ്മനെ രക്ഷിക്കാൻ പോകുന്നത് ഇനി സേതു ആയിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം ഇനിയിപ്പം പൊന്നുമടത്തിലേക്ക് ലക്ഷ്മിയമ്മനെ കൂട്ടിക്കൊണ്ട് വരുമോന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ പൊന്നുമടത്തിലേക്ക് ലക്ഷ്മിയമ്മനെ കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സേതു വരുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് വേദയുടെയും വിക്രത്തിൻ്റെയും അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കാണണം. ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.